5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ്. തിരുവനന്തപുരത്ത് പാർലമെന്റ് അംഗമായി മത്സരിച്ചു, തോറ്റുപോയി. അതേസമയം 3 പ്രാവശ്യം കർണാടകത്തിൽ നിന്ന് രാജ്യസഭാ അംഗമായിരുന്നു. അതിനു മുന്നേ നല്ലൊരു വ്യവസായിയായിരുന്നു. ഏഷ്യാനെറ്റ് പോലുള്ളൊരു വലിയ ചാനലിൻ്റെ ഉടമയാണ്. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ BJPയുടെ രാഷ്ട്രീയമോ അതൊന്നും ഞാനല്ല ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യവസായ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചൊരു വ്യക്തി, അതും അധമ വ്യവസായമൊന്നുമല്ല, വളരെ നൈതികതയുള്ള IT പോലുള്ള മേഖലയിൽ നൈപുണ്യം സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന, യുവാക്കൾക്കെല്ലാം ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന, വളരെ ഇന്നവേറ്റീവായിട്ടുള്ള നിരവധി പ്രോജക്റ്റുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് ഉള്ള വ്യക്തി, വലിയ നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ട്രാക്ക് റെക്കോർഡുള്ള, അഴിമതിക്ക് മറ്റൊന്നും കാണാത്ത നല്ലൊരു ടെക്നോക്രാറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുകയാണ്. CPM പോലുള്ള പാർട്ടികളിൽ തലമുറ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ CPMന്റെ സെക്രട്ടേറിയറ്റിലടക്കം ഒരുപാട് ചെറുപ്പക്കാരെ വെച്ചിട്ടുണ്ട്. തലമുറ മാറ്റം വരുന്നുണ്ട്. 70 വയസ്സ് കഴിഞ്ഞാൽ പാർട്ടിയിൽ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി ആർക്കും അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് CPM പോലുള്ള പാർട്ടിയിൽ എന്തിനാണ് മുഖ്യമന്ത്രി പോലുള്ള ഒരാളിന് എന്തായാലും ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഈ ഇളവ് കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല. അതിന് കൊടുക്കുന്നു, അത് അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷെ എന്തായാലും തലമുറ മാറ്റം വരുന്നു. കോൺഗ്രസിൽ വരുന്നു തലമുറ മാറ്റം. അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നു, പുതിയ ആളുകൾ വരുന്നു, ചെറുപ്പക്കാർ വരുന്നു. പക്ഷേ ഒരു ടെക്നോക്രാറ്റ് വളരെ കൃത്യമായി ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത് മറ്റൊരു കാഴ്ചപ്പാടാണ്. സാധാരണ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തി നമ്മൾ ഏറ്റമൂത്ത് SI ആവുമെന്ന് പറയുന്ന പോലെ, അത് നല്ല അർത്ഥത്തിൽ പറഞ്ഞതാണ്, മോശം അർത്ഥത്തിൽ പറഞ്ഞതല്ല. നമ്മൾ സാധാരണ പറയാം ഇതേത് SI ആണ്, ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് SI, മറ്റേ SI ഏതാണ്, അത് ഏറ്റമൂത്ത് വന്നതാണ് എന്ന് പറയും. ഏറ്റമൂത്ത് വന്നതിൻ്റെ അനുഭവ സമ്പത്തുണ്ട്. ഡയറക്റ്റായിട്ട് വരുന്നതിന് ഡൈനാമിക്സും ഉണ്ട്. രണ്ടുമുണ്ട്. രണ്ടിനും രണ്ട് രീതിയിലാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റമൂത്ത് SI ആവുന്ന പോലെയുള്ള ബൂത്ത് മുതൽ തുടങ്ങി വന്നിരിക്കുന്ന നേതാക്കളുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരെ മാറ്റിക്കൊണ്ടാണ് കുറച്ച് വർഷക്കാലം മാത്രം രാഷ്ട്രീയ പരിചയമുള്ള, മറ്റവരുമായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യപ്പെടുത്തി പരിചയമുള്ള ഒരു ടെക്നോക്രാറ്റിനെ വച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സോഷ്യലിസവും കമ്മ്യൂണിസത്തിനൊന്നും പ്രസക്തിയില്ലല്ലോ, അതൊന്നും ആരും പറയുന്നില്ലല്ലോ. കോർപ്പറേറ്റ് കാര്യങ്ങളാണല്ലോ എല്ലാവരും പറയുന്നത്. ഇപ്പോൾ വികസനത്തെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്, പുരോഗതിയെക്കുറിച്ചാണ്. അല്ലാതെ വൻകിട വികസനത്തെക്കുറിച്ചാണ് എല്ലാ പാർട്ടിയും സംസാരിക്കുന്നത്. അല്ലാതെ ഇവിടെ അംഗൻവാടിയുടെ സമരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ആശാ വർക്കേഴ്സിൻ്റെ സമരത്തെക്കുറിച്ചോ, അവർക്ക് ശമ്പളം കൊടുക്കുന്ന അങ്ങനത്തെ അടിസ്ഥാന വിഭാഗത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. ആ രാഷ്ട്രീയം പോയി. അടിസ്ഥാന വിഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന രാഷ്ട്രീയം ഇപ്പോൾ കേരളത്തിൽ ഇനിയില്ല. അതിന് ഉണ്ടായി വരണം ആരെങ്കിലും. അപ്പോൾ ഇതൊരു വേറൊരു തരത്തിലുള്ള ടെക്നോക്രാറ്റുകളുടെ ഒരു രാഷ്ട്രീയ തലം ഉയർന്നു വരികയാണ്. ആ മാറ്റം എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. നല്ലതായി വരുമെങ്കിൽ നല്ലതല്ലേ. പുതിയ തലമുറയ്ക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവിടെ തന്നെ കിട്ടുമെങ്കിൽ, അതിനുള്ള വിഷൻ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാകുമെങ്കിൽ, അതിനുള്ള മിഷനുകൾ ഉണ്ടാകുമെങ്കിൽ, പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് ആര് വന്നാലും അവരുടെ ചിന്തകളും പ്രവർത്തികളും സമൂഹത്തെ ആകെ സ്വാധീനിക്കും. അങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് BJPയുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി BJP ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും കേന്ദ്രത്തിലുള്ള ഇടപെടലുകളും ഒക്കെ ഇവിടുത്തെ വികസനത്തെ സഹായിക്കും, ത്വരിതപ്പെടുത്തും അല്ലെങ്കിൽ ഗുണപ്പെടുത്തും ആ കാഴ്ചപ്പാടുകൾ. അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരു ടെക്നോക്രാറ്റിൻ്റെ കാഴ്ചപ്പാടുകളായി ആണ് ഉള്ളത്. അപ്പോൾ അത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ചിരപരിചിതമല്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെ വരായികൾ നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും രാഷ്ട്രീയത്തിൽ അങ്ങനൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് എന്നെപ്പോലുള്ളവരെ കൗതുകപ്പെടുത്തുന്നത്. തീർച്ചയായും ലോകത്തെ വിദേശ രാജ്യങ്ങൾ ധാരാളം, ഇപ്പോൾ ചൈന അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് മുഖ്യമന്ത്രിമാരായിട്ടും പ്രധാനമന്ത്രിമാരായിട്ടും പ്രസിഡന്റുമാരായിട്ടൊക്കെ വരുന്നത്. വളരെ പ്രൊഫഷണലായിട്ട് പഠിച്ച ആളുകളാണ്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ IRSൽ നിന്നാണ്, റവന്യൂ സർവീസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ IRS ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഓരോരുത്തർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇത്തരത്തിലുള്ള ടെക്നോക്രാറ്റുകളും, ഇപ്പോൾ അണ്ണാമലെ തമിഴ്നാട് എടുത്തു കഴിഞ്ഞാൽ IPS ഉദ്യോഗസ്ഥനാണ്, മുൻ IPS ഓഫീസറാണ് അണ്ണാമലെ. അപ്പോൾ തെക്കൻ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഒരിടത്ത് അണ്ണാമലെ IPS ഓഫീസർ, ഇവിടെയാണെങ്കിൽ മറ്റൊരു ടെക്നോക്രാറ്റ്. അപ്പോൾ ടെക്നോക്രാറ്റുകൾക്ക് രാഷ്ട്രീയത്തിൽ വലിയ ഇടം കിട്ടുന്ന പുതിയ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. അത് തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ
കുറേ രാഷ്ട്രീയ അനുഭവ പരിചയം കൂടെ ഉള്ളത് കൊണ്ട് ഈ ടെക്നോക്രാറ്റ് എന്നുള്ള മുഖവും മറ്റ് അനുഭവ പരിചയവും എല്ലാം കൂടി പുതിയൊരു കേരളത്തിന് വലിയ കാഴ്ചപ്പാടുകൾ നൽകാൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടെക്നോക്രാറ്റിനെ വെച്ചതുകൊണ്ടുള്ള ഗുണം അതായിരിക്കും. എന്താണ് ശരി തെറ്റുകൾ കാലം വിലയിരുത്തട്ടെ.